കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഒന്നാം പ്രതി ഡോക്ടർ എം.കെ. റാമിന് മുൻകൂർ ജാമ്യമില്ല. റാമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഷബ്നയാണ് വിവരങ്ങളുമായുള്ളത്. ഷബ്ന പറയാം. റാം മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതി ഏതായാലും മുൻകൂർ ജാമ്യം അനുവദിക്കാനാവില്ല, അന്വേഷണവുമായി സഹകരിക്കാൻ തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു. കാരണം ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റാം കോടതിയെ അറിയിച്ചിരുന്നത്, പ്രൊഫസറായ റാം കോടതിയിൽ പറഞ്ഞിരുന്നത് തന്നെ ഈ കേസ് കെട്ടിച്ചമച്ച കേസാണ്. കർണാടക സ്വദേശിയായ തനിക്ക് ഇവിടെ അത്തരത്തിലുള്ള യാതൊരുവിധ ഈ ആരോപണത്തിൽ ഉന്നയിക്കുന്ന പോലെ അല്ലെങ്കിൽ പരാതിയിൽ പറയുന്നത് പോലെ യാതൊരുവിധ ബന്ധവുമില്ല. തന്നെ രാഷ്ട്രീയ പ്രേരിതമായി കേസിൽ കുടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണം എന്നൊരാവശ്യമാണ് ഉന്നയിച്ചത്. എന്നാൽ കോടതി അത് അംഗീകരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിതിൻ രാജിന്റെ അച്ഛനടക്കമുള്ളവർ കക്ഷി ചേരുകയും ഇത് ശക്തമായി മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കുകയും ചെയ്തിരുന്നു. മകന്റെ മരണത്തിന് ഉത്തരവാദി ഈ ഡോക്ടർ റാമാണ് എന്ന രീതിയിൽ കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. ശരി, നന്ദി ഷബ്ന വിവരങ്ങൾക്ക്.